ഗുഡ് മോർണിംഗ്. അയ്യോ, നല്ല മഴ പെയ്തൊക്കെ വെളിയിൽ. നല്ല മഴയായിരുന്നു രാത്രി മുഴുവൻ. അതുകൊണ്ട് തന്നെ നേരം വൈകിപ്പോയി എഴുന്നേക്കാൻ. നല്ല ഉറക്കത്തിൽ പെട്ടുപോയി. അവർക്ക് 6 മണിക്ക് അലാറം വയ്ക്കും, എന്നാലും മടിയാണ്. അത് ഓഫ് ചെയ്ത് വെച്ച് പിന്നെയും കിടക്കും. അപ്പം ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടില്ല, എന്നാലും പിന്നെ അവരെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പം രാവിലെ തന്നെ ഇന്നലെ രാത്രി പറഞ്ഞു അച്ഛനും കിച്ചനും വെള്ളയപ്പം ഗ്രീൻ പീസും മതി കൊണ്ടുപോകാം, ഉച്ചയ്ക്ക് ചോറ് വേണ്ട, ചോറ് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. അപ്പം ഞാൻ ഇന്നലെ അതെല്ലാം രാത്രി അരച്ച് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്നാലത് ഉണ്ടാക്കിയെടുക്കുക ഒരു വെപ്രോളാണേ. അപ്പോൾ രാവിലെ ഞാൻ വെള്ളപ്പത്തിൻ്റെ പണി അങ്ങ് നോക്കും. ചായ റെഡിയാക്കി മാറ്റി വെച്ചു. എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ഇത്തിരി ചായ കിട്ടിയില്ലെങ്കിൽ ഇത്തിരി ബഹളം ഉണ്ടാക്കും. അപ്പം അത് കരുതി അതും വേഗം മാറ്റി വെച്ച് വെള്ളപ്പത്തിനുള്ള പണിയൊക്കെ അങ്ങ് തുടങ്ങി. എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ എനിക്ക് എടുത്ത് വെച്ച് ചായ ചൂടാറ് തണുത്ത് പോയി. കുട്ടി അപ്പം കാണുമ്പോൾ കുട്ടി അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ബോക്സിനകത്ത് വയ്ക്കുക. അതാകുമ്പോൾ അവർക്ക് മുറിച്ച് കഴിക്കേണ്ട, അവർക്ക് മുക്കി കഴിക്കാം. അപ്പോഴത്തേനും ഗ്രീൻ പീസ് എല്ലാം റെഡി ആയി കേട്ടോ. ഗ്രീൻ പീസ് കുറുമ വലിയ ഇഷ്ടമാണ് അവർക്ക്. തേങ്ങ അരച്ച മസാലയൊക്കെ ഇട്ട് കുറുമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് റെഡിയാക്കി. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മമാരിങ്ങനെയല്ല അല്ലേ, ധൃതി പിടിച്ച്. നമുക്കപ്പോൾ വല്ലതും അറിയുമോ? നമ്മളാ സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുക. അപ്പോൾ ഞങ്ങളൊക്കെ അമ്മ രാവിലെ എല്ലാം പണി കഴിച്ച് വെച്ച് ജോലിക്ക് പോകുമെന്ന് വെച്ചാൽ അമ്മ കമ്പനി പണിക്ക് പോകും. ഞങ്ങളാണ് ടിഫിൻ ബോക്സിലാക്കലും കൊണ്ടുപോകലൊക്കെ. നമ്മളെ മക്കൾക്കെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കൈയോടെ തന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി വെക്കണം. അല്ലെ പിന്നെ അവർ പോയി കഴിയുമ്പോൾ എനിക്കൊരു പണിയാണ്. അന്നേരം പിന്നെ എല്ലാവരുടെയും കറിയും ഇതെല്ലാം റെഡിയായി. അപ്പോഴത്തേനും ഇപ്പോൾ എണീറ്റ് വരുമ്പോൾ ഇച്ചിരി നേരം ഒരു ചെറുപ്പം മുതലേ അങ്ങനെ ഇച്ചിരി നേരം ഇതാ. അപ്പോൾ അങ്ങനെ എണീറ്റ് വരും. ഇപ്പോൾ റെഡിയായി എല്ലാം ശരിയായി. അപ്പോഴത്തേനും എണീറ്റ് വന്നു. അപ്പോഴത്തേന് ചായ ചൂടാറ്റാൻ വെച്ചിരുന്നത് കുടിച്ചു. പല്ല് തേക്കാനൊക്കെ ഒരു യുദ്ധം നടത്തണം. പല്ലൊക്കെ തേക്കുക, മഴയൊക്കെ കണ്ട് പല്ല് തേക്കാന്നൊക്കെ പറഞ്ഞ് സൂത്രത്തിൽ കൂടെ കൊണ്ടുപോയി. അപ്പോഴത്തേനും സമയങ്ങൾ അതിക്രമിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം അതിങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ മുറുക്കി അവർക്കത് ബെഞ്ചിലിരുന്ന് കഴിക്കുമ്പോൾ വെളിയിലോട്ട് പോകും. അപ്പോൾ ഒരു കവറിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ അവരെ വിടുന്ന വരെ ഒരു വെപ്രാളമാണ്. അത് ഇത്ര സമയം ഉണ്ടെങ്കിലും. അപ്പോഴത്തേനും ഒരുക്കി. അപ്പോൾ ഇന്ന് പരീക്ഷയാണ്, രണ്ടാൾക്കും ക്ലാസ് ടെസ്റ്റാണ്. അപ്പോൾ ടെസ്റ്റ് പേപ്പറിനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോഴേക്കും അപ്പൊക്കെ കഴിച്ച് വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമുള്ള പലഹാരം അത്. അങ്ങനെ രണ്ടാം പാവങ്ങൾ ഒരുങ്ങിപ്പോയി. ഇനി ഞാൻ തനിച്ചായി. ഒരു വിഷമമാണ് പോയി കഴിച്ചു.